Anomalous behavior of water. Anomalous means unusual. So anomalous behavior, unusual behavior. Today we are going to study unusual behavior of water. Before going to that, we just want to see what's the relationship between density and volume. Density equals mass divided by volume. Density എന്ന് പറഞ്ഞാൽ മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡെൻസിറ്റി. Okay, so density and volume are in reciprocal relationship. Okay, volume and density are in reciprocal relationship. When volume increases, density decreases. When volume increases, density decreases. Volume കൂടുമ്പോൾ ഡെൻസിറ്റിൻ്റെയും ഡിക്രീസ് ചെയ്യും. When density increases, volume decreases. Okay, when the density increases, volume decreases. When volume increases, density decreases. When volume decreases, density increases. ഇത് എപ്പോഴും റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിലായിരിക്കും. ഒരെണ്ണം കൂടുമ്പോൾ മറ്റേ ഡേറ്റ കുറയും. ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ വോളിയം കുറയും. വോളിയം കൂടുകയാണെങ്കിൽ ഡെൻസിറ്റി കുറയും. ഓക്കെ, in physics we know that lesser denser substance float on more denser liquid. Lesser denser substance float on more denser liquid. ലെസർ ഡെൻസർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആ സബ്സ്റ്റൻസിന് ഡെൻസിറ്റിയേക്കാൾ കൂടിയ ഒരു ലിക്വിഡിൽ, ഡെൻസിറ്റി കൂടിയ ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യും. ലെസർ ഡെൻസർ സബ്സ്റ്റൻസ് ഫ്ലോട്ട് ഓൺ മോർ ഡെൻസർ ലിക്വിഡ്. When we mix oil and water, oil always float on water. Why? Yes, oil is lesser denser than water. ഓയിലും വാട്ടറോടെ മിക്സ് ചെയ്താൽ എപ്പോഴും ഓയിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്? ഓയിലിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായതുകൊണ്ട് ലെസർ ഡെൻസർ ആയിട്ടുള്ള ഓയിൽ വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, you can see this is a liquid. Okay, when we cool down this liquid particles come close to each other, because when we cool down the kinetic energy decreases, so the particles close to each other, then the density increases. Particles അടുത്തടുത്ത് വരുമ്പോഴേക്കും ഡെൻസിറ്റി കൂടും. അടുത്തടുത്തിരിക്കുന്ന എത്രത്തോളം തിക്നെസ് ഉണ്ടോ അതിനാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ പാർട്ടിക്കിൾസ് ഏറ്റവും ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഇറ്റ് ഇസ് മോർ ഡെൻസർ ദാൻ ലിക്വിഡ്. ബട്ട് ദ വോളിയം, ഡെൻസിറ്റി കൂടും ബട്ട് വോളിയം നോക്കി, ഇതിനെ അപേക്ഷിച്ച് വോളിയം ലെസ്. സിൻസ് ഇറ്റ് ഈസ് ഹയർ ഡെൻസർ, വോളിയം ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വോളിയം കുറവാണ്, ബട്ട് ഡെൻസിറ്റി സോളിഡിന് കൂടുതലാണ്. You can see a cork float in water. Why? Because cork is denser than liquid. ലിക്വിഡിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ് കോർക്ക്. അതുകൊണ്ട് കോർക്ക് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. When we cool down
substance, normally its volume decreases. When we cool down a substance, its volume decreases and hence density increases. നമ്മളൊരു സബ്സ്റ്റൻസിനെ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു, when we cool down the substance, its particles come close to each other so that volume decreases. When we take a liquid turns to solids, its volume decreases. Volume decrease ചെയ്യുമ്പോൾ എന്താ ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഡെൻസിറ്റി ഇൻക്രീസസ്. ഓക്കെ, when we cool down a substance, normally its volume decreases and hence its density increases. When its density increases, solid substance usually sink in its liquid. Density increase ചെയ്യുമ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡിൽ എന്ത് ചെയ്യും? താന്നു പോകും. ബിക്കോസ് ഓൾവേസ് സോളിഡ് ഹാസ് മോർ ഡെൻസർ ദാൻ ഇറ്റ്സ് ലിക്വിഡ്. അതിൻ്റെ ലിക്വിഡിനെ അപേക്ഷിച്ച് സോളിഡ് സബ്സ്റ്റൻസിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം ഡെൻസിറ്റി കൂടിയ സോളിഡ് അതിൻ്റെ ലിക്വിഡിൽ എന്ത് ചെയ്യും? താന്നു പോകും. ഓക്കെ, ജസ്റ്റ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് അയൺ. അയൺ ആണെന്ന് ചിന്തിക്കുക. ഇത് അയൺ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അയൺ ലിക്വിഡ് ഇത്, അയൺ സോളിഡ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമോ? അതല്ലെങ്കിൽ സിങ്ക് ചെയ്യുമോ? അത് താന്നു പോകും. യെസ്, തീർച്ചയായിട്ടും. സിൻസ് ഇറ്റ് ഈസ് മോർ ഡെൻസർ ദാൻ അയൺ ലിക്വിഡ്, ഇറ്റ് സിങ്ക് ഇൻ ദിസ് ലിക്വിഡ്. അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ ആ സോളിഡ് സ്റ്റേറ്റ് താന്നു പോകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ടർ, ഐസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. നമുക്കറിയാം വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐസാണ്. നമുക്കറിയാം വാട്ടർ, ദ ഐസ് ഫ്ലോട്ട് ഓൺ വാട്ടർ. വാട്ടറിൻ്റെ മുകളിൽ ഐസ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, ദിസ് അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് കോൾഡ് അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. ഈ സാധാരണ ലിക്വിഡിനില്ലാത്ത, മറ്റുള്ള ഒരു സബ്സ്റ്റൻസിനുമില്ലാത്ത ഈ അൺയൂഷ്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. Now let's think, what's the reason this ice float in this water? നമുക്ക് ചിന്തിക്കാം, ഈ ഐസ് വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണെന്ന്.